ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇത് ചെറുതായി പൊടി ഒന്ന് വാട്ടുക, അതിൽ കുറച്ച് എള്ളിടുക, കുറച്ച് ജീരകം ഇടുക, നന്നായി കുറച്ചൊന്ന് കുഴക്കുക, കുറച്ച് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈ പരുവത്തിലാക്കുക. ഈ പരുവത്തിലാക്കിയതിന് ശേഷം അതേമാതിരി കുഞ്ഞു കുഞ്ഞു ബോൾ പിടിക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് കുറച്ച് പൊടി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുക. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് തലവെള്ളം പ്രസ് ചെയ്ത് വെക്കുക. അതുപോലെ ഉണ്ടാക്കി വെക്കുക. ഇത് സിമ്പിൾ പരിപാടിയാണ്. രാവിലത്തെ പരിപാടിക്കൊക്കെ പറ്റും, ഒഴിവില്ല ദിവസം നടക്കുള്ളൂ. പെട്ടെന്ന് അർജൻറ്റ് പണി നടക്കുന്ന ഞായറാഴ്ച കുട്ടികൾക്ക് സ്കൂൾ മാർസൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വൈകുന്നേരം പറ്റും ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ആരും ഉണ്ടാക്കലില്ല അധികം, കാരണം അത് കുറച്ച് നേരം ഇരിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ബോൾ ഒരൊറ്റ പ്രസ്സിങ്, അതാ എളുപ്പമുണ്ട് പരിപാടി. ആ പ്രസ്സിങ് ഉണ്ടാകുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാം. കഴിക്കാനാണെങ്കിൽ നമുക്കൊരു ഭംഗി വേണ്ടേ, അതിനൊക്കെ ചെറിയൊരു കുഴിമാരുണ്ടോ ആ മോഡലേ വരിക. ചിലർ ഇത് എന്തിനാ പത്ര വിറ്റ് ഉണ്ടാക്കണതാണ്, കഴിക്കാൻ ഒന്ന് പേരത്തിട്ടാൽ പോലെ എന്നൊക്കെ. പക്ഷെ അതുകൊണ്ടല്ല, നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു റാഹത്തുണ്ടല്ലോ, ഓരോന്നിനൊരു ഇതില്ലേ. അത് നമ്മൾ ആ വട്ടം പോലെ തന്നെ ആക്കണം, കുറച്ച് ക്ഷമയോട് കൂടി ചെയ്യണം സംഗതി. രാവിലത്തെ പരിപാടിയാണ്, ആരും സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ വൈകുന്നേരം നമുക്ക് പോയിക്കൊണ്ടേ ചെയ്യാം. ഒന്നൊരു സ്പീഡാക്കാതെ നമ്മളിങ്ങനെ സാധാരണ ചെയ്യാണ്, അങ്ങനെ ചെയ്യാം. ഉണ്ടോ, കൈക്കടപ്പിലൊക്കെ എളുപ്പമുണ്ട്. നമുക്ക് വടകര, കോഴിക്കോട്, കൊയിലാണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. നമുക്കത് വലിയ പണിയും ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മൾ മലപ്പുറം ജില്ലക്കാർ കൂടുതൽ മെനക്കെടില്ല. ഏതായാലും തിന്നണേ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രമിച്ചു നോക്കാം എല്ലാവരും, ഒഴിവിട്ടുമ്പോഴൊക്കെ. ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചിക്കനിലും ബീഫിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ കറി ബീഫാണ് ബെസ്റ്റായി. പിന്നെ നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ഇപ്പോൾ ചട്നി മോഡൽ ചട്നി ഉണ്ടാക്കിയിട്ട് അതിക്കിട്ടാണ് കഴിക്കാം. ഇനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ കഴിക്കാം. എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാണ് ഇപ്പോഴത്തെ കുഞ്ഞിപ്പൊടി. നമ്മൾ കുഞ്ഞിപ്പൊടി അപ്പോൾ നീച്ച് വരിക. അതെത്താ നീ മാതൃ ഡാൻസ് ഇത്താ, ഞാൻ എൻ്റെ മാതൃ ഈ മദർസക്ക് പോണ നേരത്തെ എനിക്ക് എഴുതാണ്ട്. ഇതിപ്പോൾ എഴുതാനൊന്നും ഇല്ല കേട്ടോ. മദർസക്ക് പോയാൽ 10 മിനിറ്റ് ഉണ്ടാവും. കുറച്ച് എഴുതാണ്ട് ഇപ്പം ചെയ്യാറ്. എന്നൊരു കാര്യം ചെയ്യേ, എനിക്ക് പണിയൊന്നുമില്ലെങ്കിൽ ഈ കുഞ്ഞിപ്പൊടിന്ന് പിടിച്ചാ കുഞ്ഞിപ്പത്തല്. കുഞ്ഞിപ്പത്തലിനെ പറ്റി പറയണെങ്കിലേ ഒഴിവില്ലല്ലോ, 9 മദ്രസില്ലേ. ഈ 2 മണിക്ക് കരാട്ടയില്ലേ, 2 മണിക്ക് കരാട്ടല്ലേ, മഴയാണ്ട് കരാട്ടുണ്ടാവും.
ഇവിടെ ആവട്ടെ. ഞങ്ങൾ വായിച്ച അജ്ജി പണിയൊക്കെ എടുത്തോ? ഞങ്ങൾ ദിവസം ഇവിടുത്തെ പണിക്കുള്ള ഞങ്ങൾക്ക് ശനി ഞായറോട് പോയിട്ടുണ്ട്. അന്ന് ഞമ്മക്ക് പണിയില്ല ഇവിടെ. ഏതിന് പണിയാ? എഴുതിയാൽ മാത്രം പോരല്ലോ, വായിച്ചണല്ലോ. എടാ ഇപ്പൊ എഴുതിയാലേ നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പതിൽ നമ്മൾ കമ്പ്യൂട്ടറും കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പൊ എഴുതി പഠിക്കും. മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ അതിൽ എഴുതി പഠിക്കാൻ പറ്റില്ല. അതിൽ നമുക്ക് അണുക്കളെ നോക്കാൻ നിൽക്കണം മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ. അല്ലാതെ എഴുതി പഠിച്ചാൽ ഞാനുണ്ടാക്കി കഴിഞ്ഞത് ഉണ്ടോ. ഇതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാണ് ഉണ്ടോ. ഞാൻ ആക്ക് കുറച്ചേത്തെ പണിയുന്നില്ല നോക്കുമ്പോൾ. ഇതൊരു കൂന് വെട്ടിമാര് തോന്നുന്നുണ്ടോ ആൾക്കാർക്ക്? ഇല്ലല്ലേ? അല്ല, ഞാൻ അടുത്ത പരിപാടി നോക്കട്ടെ കേട്ടോ. കുറച്ച് എണ്ണ അതിലിങ്ങനെ ആക്കി കൊടുക്കുക. ഒന്നാല് പിടിക്കാതെക്കാൻ വേണ്ടിയാണ്. ചൂടാകുമ്പോൾ ഒട്ടി പിടിക്കും. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് തട്ടുപാത്രം ഉണ്ടാവും, അതിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിലൊക്കെ ഇട്ടിട്ട് ഇനി ഇത് തിളക്കോളം മൂടി വെച്ച് ഒന്ന് ആവിയിൽ വേവണത് കേട്ടോ. ആവി വരുന്നുള്ളൂ കുട്ടികളെ. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ പാത്രമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാനല്ല, അത് മൊത്തത്തിൽ നമുക്ക് ആവി പിടിക്കുള്ളൂ. വേവാനൊന്നും ഉണ്ടാവും, ചെറിയ വേവ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പൊടി വാട്ടിയെടുത്തോണ്ട്. ഇനി നമുക്കല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കട്ടോ. ചട്നിക്ക് വേണ്ടി തേങ്ങ അരച്ചെടുക്കുക, നല്ല പരിപാടി. അത് കുറച്ച് പച്ചമുളക് ഇടുക, ഒരു 3 പീസ് മതി. അതിന് നല്ല എരിവുണ്ടാവും. കുറച്ച് വെള്ളം എല്ലാം അരച്ചെടുക്കുക കേട്ടോ. ഇതേമാതിരി പാനിൽ വെക്കുക. ചട്ടി ചൂടാക്കണ്ട, ഇനി വെളിച്ചെണ്ണ വയ്ക്കും. ഇനി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച ചട്നി അരച്ചിട്ട് ഈ ചട്നി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് പാകത്തിനിടുക. ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നല്ലോണം അതിൽ മിക്സ് ആക്കുക. നമ്മൾ ചട്നിയിൽ ഒന്നും ചൂടാകേണ്ടേ ഇതുള്ളൂ. ഒന്നും മിക്സാക്കാതെ ചൂടാക്കുക. ഇത്രയുള്ള പരിപാടി. ഇത് നമ്മൾ ചിക്കനും ബീഫൊക്കെ ഇട്ട് ഇതേമാതിരി ചെയ്യാം കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ രാവിലത്തെ ഒരു പെട്ടെന്നുള്ള സ്പെഷ്യലായതുകൊണ്ടേ ചട്നി വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിക്കനും ബീഫാണെങ്കിൽ ഒന്ന് ഉസാറായി, നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവും. ഇനി ചൂടോടുകൂടി കഴിക്കാം. ടേസ്റ്റ് കേട്ടോ. സൂപ്പറായി ഉണ്ടോ? സൂപ്പർ. നമ്മൾ ഗതിയിലെ സാധനം ചിക്കനും ബീഫാണെന്നുള്ള സാധനം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി വെക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ മാറ്റി പിന്നെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.